ഗർഭചിത്രം നിയമവിധേയമാക്കുന്നതിനുള്ള ബില്ലുകൾ അവതരിപ്പിക്കാനിരിക്കെ പോളണ്ടിൽ ജീവന്റെ മഹത്വം പ്രഘോഷിച്ച് 50,000-ലധികം പേരുടെ പ്രോലൈഫ് റാലി. ഏപ്രിൽ 14 ഞായറാഴ്ച പോളണ്ടിലെ വാർസോയിലെ തെരുവുകളെ ഇളക്കിമറിച്ചാണ് 10,000 അണിനിരുന്നത്. ബെനഡിക്ട് എന്ന കത്തോലിക്ക സന്നദ്ധ സംഘടനയും പോളിഷ് ബിഷപ്പ് കോൺഫറൻസിന്റെയും മറ്റ് സംഘടനകളുടെയും ആഭിമുഖ്യത്തിലായിരുന്നു റാലി. പൗരസ്ത്യ സഭകൾക്കായുള്ള ഡിക്കാസ്റ്ററിയുടെ അണ്ടർ സെക്രട്ടറിയായി മോൺസിഞ്ഞോർ ഫിലിപ്പോ സിയാംബനെല്ലിയെ ഫ്രാൻസിസ് പാപ്പ നിയമിച്ചു. ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പ്രസംഗങ്ങൾ ഈ അടുത്ത കാലത്ത് പല സന്ദർഭങ്ങളിലും വായിച്ചിട്ടുള്ള വ്യക്തിയാണ് മോൺസിഞ്ഞോർ ഫിലിപ്പോ സിയാംബനെല്ലി. സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റിലെ ജനറൽ അഫയേഴ്സ് വിഭാഗത്തിൽ ദി കൗൺസിൽ ഓഫ് ദി നൂൺഷിയേച്ചറിൽ പ്രവർത്തിച്ചു വരികയാണ് പുതിയ നിയമനം. യുവജനങ്ങൾക്കായുള്ള ആഗോള ദിനത്തിന് സമാനമായി ശിശുക്കൾക്ക് വേണ്ടിയും ആഗോള ദിനാചരണം പ്രഖ്യാപിച്ച് വത്തിക്കാൻ. പ്രഥമ ആഘോഷം മെയ് മാസം 25-26 തീയതികളിൽ റോമിൽ നടക്കും. ഞാനെല്ലാം നവമാക്കുന്നു എന്നതാണ് സമ്മേളനത്തിന്റെ ആപ്തവാക്യം. റോമിലെ ഒളിമ്പിക് സ്റ്റേഡിയത്തിലും വത്തിക്കാനിലെ വിശുദ്ധ പത്രോസിന്റെ ചത്തിരത്തിലുമാണ് ആഗോള ശിശുദിനാഘോഷം നടക്കുക. തിരുസഭ സംഘടിപ്പിക്കുന്ന ഈ ദിനാഘോഷങ്ങളിലേക്ക് ലോകത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കുട്ടികളെ സ്വാഗതം ചെയ്തുകൊണ്ട് ഫ്രാൻസിസ് പാപ്പ ഇക്കഴിഞ്ഞ ഞായറാഴ്ച നടന്ന പ്രാർത്ഥനാ വേളയിൽ സംസാരിച്ചിരുന്നു. മധ്യപൂർവേഷ്യയിൽ സംജാതമായിരിക്കുന്ന ആശങ്കാജനകമായ സാഹചര്യങ്ങൾ എത്രയും വേഗം പരിഹരിക്കാൻ അഭ്യർത്ഥിച്ച് ഫ്രാൻസിസ് പാപ്പ ഇസ്രയേലികളെയും പാലസ്തീനികളെയും 2 രാജ്യങ്ങളായി നിർത്തിക്കൊണ്ട് സാധാരണ ജനങ്ങൾക്ക് സുരക്ഷിതമായ ഒരു ജീവിതം നയിക്കാനുള്ള അവകാശം നൽകണമെന്നും ബന്ദികളാകപ്പെട്ടവരെയും എത്രയും വേഗം മോചിപ്പിക്കുന്നതിനും ഗാസയിൽ വെടിനിർത്തൽ പ്രാബല്യത്തിൽ കൊണ്ടുവരുന്നതിനും ഏവരും മുൻകൈയെടുക്കണമെന്നും പാപ്പ ലോകത്തോട് ആഹ്വാനം ചെയ്തു. ബാഗ്ദാദിലെ ആർച്ച് ബിഷപ്പും കൽദായ ബാബിലോണിലെ പാത്രിയാർക്കിസുമായ കർദിനാൾ ലൂയിസ് റാഫേൽ സാക്കോ ബാഗ്ദാദിലേക്ക് മടങ്ങുന്നു. ഏപ്രിൽ 10 മുതൽ 13 വരെ കർദിനാൾ സാക്കോയുടെ ബാഗ്ദാദ് സന്ദർശനം ഇറാഖ് പ്രധാനമന്ത്രി മുഹമ്മദ് ഷിയ അൽ സുഡാനിയുടെ വ്യക്തിപരമായ ക്ഷണപ്രകാരമാണ് എന്ന് കൽദായ പാത്രിയാർക്കേറ്റിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ വെളിപ്പെടുത്തുന്നു. ഏപ്രിൽ 11 പ്രധാനമന്ത്രി അൽ സുഡാനി കർദിനാൾ സാക്കോയെയും അദ്ദേഹത്തിന്റെ പ്രതിനിധി സംഘത്തെയും സന്ദർശിച്ച് ഇറാഖിലെ പൊതുസ്ഥിതി വിശേഷം, പ്രത്യേകിച്ച് രാജ്യത്തിന്റെ സ്ഥിരതയെ സംബന്ധിച്ച വിഷയങ്ങൾ ചർച്ച ചെയ്തുവെന്ന് പ്രധാനമന്ത്രിയുടെ വെബ്സൈറ്റിൽ പറയുന്നു.